വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പണം മാറിക്കിട്ടാൻ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ATM കൗണ്ടറുകൾ നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കും. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അടച്ച ബാങ്കുകൾ ആദ്യദിനം ഇടപാടുകളിലേക്ക് കടന്നപ്പോൾ വലിയ തിരക്കായിരുന്നു ബഹുഭൂരിപക്ഷം ബാങ്കുകളിലും. രാവിലെ മുതൽ തന്നെ SBT, SBI ബാങ്കുകളുടെ മുന്നിൽ ബാങ്ക് ഇടപാടുടെ നീണ്ട ക്യൂ ആയിരുന്നു. തെക്കൻ കേരളത്തിൽ SBI, SPT ബാങ്കുകളിൽ എത്തിയവരിൽ ബഹുഭൂരിപക്ഷവും 500 രൂപ 1000 രൂപ നോട്ടുകൾ മാറ്റി വാങ്ങാനെത്തിയതായിരുന്നു. പല ബാങ്കുകളിലും ചീഫ് മാനേജർമാരുടെയും നേതൃത്വത്തിൽ തന്നെ ഇടപാടുകാർക്ക് ബാങ്ക് ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കി. 2000 രൂപയുടെ പുതിയ നോട്ടുകളും ബാങ്കിലെത്തിയ ബഹുഭൂരിപക്ഷം ആളുകളിലേക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകളിലും വൈകുന്നേരം 6 മണിവരെയും ഇടപാടുകാരുടെ വലിയ തിരക്കായിരുന്നു. മധ്യ കേരളത്തിലും വിവിധ ബാങ്കുകളിൽ 500 രൂപ 1000 രൂപ എക്സ്ചേഞ്ചും ഡെപ്പോസിറ്റും തകൃതിയായി. പല ബാങ്കുകളിലും ഇടപാടുകളിൽ കാലതാമസം വന്നത് നേരിയ പ്രതിഷേധത്തിനും വഴിവെച്ചു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലകളിൽ ബാങ്കിംഗ് പ്രവർത്തനം വൈകുന്നേരം വരെ നീണ്ടുവെങ്കിലും പലയിടത്തും പ്രശ്നങ്ങളും ബാങ്കിന്റെ ചില്ല് തല്ലിത്തകർക്കുന്ന സംഭവമുണ്ടായി. കറൻസി നിരോധനത്തിൽ ജനജീവിതം സ്തംഭിക്കാതിരിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കത്ത് നൽകിയിരിക്കുകയാണ്. ആദ്യ ദിവസം വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് എല്ലാ ബാങ്കുകളിലും അനുഭവപ്പെട്ടത്. എന്നിരുന്നാലും കസ്റ്റമേഴ്സിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ തന്നെ ജീവനക്കാർ അവരെ വളരെ കൃത്യസമയത്ത് തന്നെ അവർക്ക് ക്യാഷ് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം സുനിൽ അരിമാനു. രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പല ബാങ്കുകളിലും പുതിയ കറൻസി നോട്ടുകൾ എത്തിയില്ല. നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയ ഇടപാടുകാർ വലഞ്ഞു. പുതിയ നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. 1000, 500 രൂപ നോട്ടുകൾ മാറിയെടുക്കാനെത്തിയവരുടെയും പണം നിക്ഷേപിക്കാനെത്തിയവരുടെയും നീണ്ട നിര എല്ലാ ബാങ്കുകളിലും ദൃശ്യമാണ്. എന്നാൽ ഈ പണം മാറി നൽകാനുള്ള കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ എത്താത്തതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. റിസർവ് ബാങ്ക് ദില്ലി പ്രാദേശിക കേന്ദ്രത്തിന് വെളിപ്പാടകലെയുള്ള ബാങ്കുകളിലാണ് നോട്ട് ക്ഷാമം രൂക്ഷമെന്നതാണ് കൗതുകം. രാവിലെ മുതൽ നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയവർക്ക് മുന്നിൽ പുതിയ നോട്ടുകൾ എത്തിയില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ കൈമലർത്തി. മാറി നൽകാനുള്ള 2000-ന്റെയും 100-ന്റെയും നോട്ടുകളാണ് ബാങ്കുകളിൽ എത്താത്തത്. നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. ബാങ്കിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും എന്നാൽ പുതിയ നോട്ടുകൾ എത്താത്തതിനാൽ മാറി നൽകാൻ സാധിക്കുന്നില്ലെന്നും SBT പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ച് മാനേജർ DS ചൗഹാൻ പറഞ്ഞു. That definitely right now we don't have much stock, but that, as I said, RBI had made an elaborate arrangement and they have instructed all the currency checks to give it. നിത്യച്ചെലവിന് പണമില്ലാതെ ബുദ്ധിമുട്ടിലാണെന്ന് ബാങ്കിലെത്തി നോട്ട് മാറാനാകാതെ മടങ്ങുന്നവർ. मेरे पास 4000 है एक्सचेंज कराने के लिए, बट मेरे पास 100 का कोई नोट नहीं है, तो मैं जमा करा दूंगा और मैं खर्चा कहां से लाऊं बताओ? कल तक तो वेट करूं, कल तक आज क्या करूंगा बताओ? അതേസമയം പരമാവധി വേഗത്തിൽ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനായി വന്ന വാഹനങ്ങളുടെ നീണ്ട നിരയും കാണാം. നാളെ മുതൽ എല്ലായിടത്തും നോട്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് RBI നടത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. ബാങ്ക് നിക്ഷേപങ്ങളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇന്നു മുതൽ ഡിസംബർ 30 വരെയുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ധനമന്ത്രാലയം പരിശോധിക്കും. 2.5 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ റിപ്പോർട്ട് ബാങ്കുകൾ നൽകുമെന്ന് കേന്ദ്ര റവന്യൂ സെക്രട്ടറി അറിയിച്ചു. 500-1000 നോട്ടുകൾ നിക്ഷേപമായി വാങ്ങിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് RBI അനുമതി നൽകി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചതിനെ തുടർന്നാണ് ഈ നടപടി. അതേസമയം സഹകരണ ബാങ്കുകളെ ആദായ നികുതി പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അത് മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. 500 രൂപ 1000 രൂപ നോട്ടുകൾ അപ്രതീക്ഷിതമായി പിൻവലിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലൂടെ കുഴപ്പത്തിലായത് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളാണ്. സഹകരണ മേഖലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ പ്രത്യേക യോഗം ചേർന്ന് സംസ്ഥാന സഹകരണ മേഖലയിലെയും ട്രഷറികളുടെയും പ്രവർത്തനത്തിലെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിന്റെ ദുരിതം സഹകരണ മേഖലയിലാണെന്നും അതിനാൽ സഹകരണ ബാങ്കുകളുടെ ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. ട്രഷറിയിലെ ഇടപാടുകളിൽ ഉടൻ വ്യക്തത വരുത്തണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. കോപ്പറേറ്റീവ് സെക്ടറോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു കാര്യത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും. ഇത് സമൂഹത്തിലെ സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് ആലോചിക്കാതെ നടത്തിയ ഒരു ശ്രമമാണ്. ആ നടപടിയോടല്ല ഞങ്ങൾക്ക് വിയോജിപ്പ്.
അതിനാവശ്യമായൊരു മുന്നൊരുക്കം മറ്റുള്ള മേഖലയിലും നടത്താൻ കഴിയണ്ടേ? സഹകരണ ബാങ്കുകളെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആനുകൂല്യങ്ങൾ നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്നതിനായാണെന്നും സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. ആദായ നികുതി പരിധിയിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ പഴയ കാലം മുതൽ ഒഴിവുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിധിയിൽ ഇതൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് സഹകരണ മേഖല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പരിരക്ഷയുണ്ടായിരുന്നതാണ് ആദായ നികുതി നിയമത്തിലുള്ള ഇളവുകൾ. ആ ഇളവുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. അപ്പോൾ അതില്ലാതെയാക്കി എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ജില്ലാ സഹകരണ ബാങ്കുകളിലും പ്രാഥമിക സഹകരണ ബാങ്കുകളിലും നിക്ഷേപം സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 1000 രൂപ നോട്ട് വീണ്ടും ഇറക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പുതിയ ഡിസൈനിലുള്ള നോട്ടാണ് പുറത്തിറക്കുക. അതേസമയം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ധനമന്ത്രാലയത്തിന്റെ നിലപാട് അറിയാതെ സുപ്രീം കോടതി തീരുമാനമെടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിഭാഗ സെക്രട്ടറി ശക്തികാന്ത ദാസ് ആണ് 1000 രൂപ നോട്ടുകൾ വീണ്ടും പുറത്തിറക്കുമെന്ന് വ്യക്തമാക്കിയത്. പുതിയ ഡിസൈനിലുള്ള 100 രൂപ നോട്ടുകളും ഉടനെത്തും. അതേസമയം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പൊതുജനങ്ങളെ വലയ്ക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ സ്വേച്ഛാധിപത്യപരമായ നിലപാടുമെന്നാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അഭിഭാഷകനായ സംഗം ലാൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഹർജികളാണ് കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മുൻകരുതലുകളോ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സമയമോ നൽകാതെയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ധനമന്ത്രാലയത്തിന്റെ നിലപാടറിയാതെ തീരുമാനമെടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതംഗീകരിച്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സമാനമായ വിഷയത്തിൽ ബോംബെ ഹൈക്കോടതി അവധിക്കാല ബെഞ്ചും സ്വമേധയാ കേസെടുത്തു. സർക്കാർ തീരുമാനത്തിനെതിരെ ഒരു കൂട്ടം അഭിഭാഷകർ വാക്കാൽ പരാമർശം നടത്തിയപ്പോഴാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. അതേസമയം ദില്ലിയിൽ സാമ്പത്തിക വാർത്താലേഖകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി തീരുമാനത്തെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തി. ദേശീയ താൽപര്യം പരിഗണിച്ചാണ് നോട്ടുകൾ പിൻവലിച്ചതെന്നും തീരുമാനം സാമ്പത്തിക സ്ഥിരതയ്ക്ക് ആവശ്യമായിരുന്നുവെന്നും ജെയ്റ്റ്ലി അറിയിച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കറൻസി പ്രതിസന്ധിയും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും സൃഷ്ടിച്ച ചാഞ്ചാട്ടത്തിനൊടുവിൽ രൂപയുടെ മൂല്യത്തിൽ വൻ കുതിപ്പ്. ഓഹരി വിപണി ഉണർന്നതോടെ സ്വർണ്ണവിലയിൽ വൻ ഇടിവും രേഖപ്പെടുത്തി. ട്രംപിന്റെ വിജയവും കറൻസി വിഷയവുമെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്നും കാണാനാകുന്നത്. രൂപയുടെ വിനിമയ മൂല്യം ഡോളറിനെതിരെ 66.34 2 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഉണർവോടെയാണ് ഓഹരി വിപണിയും വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 368 പോയിന്റ് നേട്ടത്തിൽ 27,621 നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തോടെ 8,559 വ്യാപാരം തുടങ്ങി. BSEയിലെ 270 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 25 ഓഹരികൾ നഷ്ടത്തിലുമാണ്. സൺഫാർമ, ICICI ബാങ്ക്, അദാനി പോർട്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ നേട്ടം കൊയ്തു. കഴിഞ്ഞ ദിവസത്തെ നഷ്ടം ഓഹരി സൂചികകൾ തിരിച്ചുപിടിച്ചു. ഇന്നലെ വൻ ഇടിവാണ് ഓഹരി വിപണി രേഖപ്പെടുത്തിയത്. കറൻസിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ വിപണിക്ക് മുതൽക്കൂട്ടായി. ഈയൊരു മുന്നേറ്റം തുടരും എന്ന് തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള കണക്കുകൂട്ടലുകൾ. ആഗോള സാമ്പത്തിക മേഖലയിൽ ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന വിശകലനങ്ങളും വിപണിക്ക് മുതൽക്കൂട്ടായി. അതേസമയം സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 2860 പവന് 600 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇന്നലെ രാവിലെ ഗ്രാമിന് 2915 രൂപ എന്ന നിലയിലായിരുന്നു. 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ 2935 എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നു. റെക്കോർഡ് വിലയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. ബിസിനസ് ഡെസ്ക്. കറൻസി അസാധുവാക്കിയതിന്റെ പ്രത്യാഘാതം സിനിമാ മേഖലയിലും. നാളെ റിലീസ് ചെയ്യാനിരുന്ന 2 മലയാള സിനിമകളുടെ റിലീസിംഗ് മാറ്റിവെച്ചു. ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തില്ലെന്ന ആശങ്ക മൂലമാണ് റിലീസിംഗ് മാറ്റിയത്. ദിലീപ് നിർമ്മിച്ച നാദൃശ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനും ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഒരേ മുഖവുമാണ് റിലീസിംഗ് മാറ്റിവെച്ച മലയാള ചിത്രങ്ങൾ. അതേസമയം 2 തമിഴ് ചിത്രങ്ങൾ നാളെ തന്നെ തിയേറ്ററുകളിൽ എത്തും. ദിലീപും ഡോക്ടർ സ്കറിയ തോമസും ചേർന്ന് നിർമ്മിച്ച് നാദൃശ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനും ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്യുന്ന ഒരേ മുഖവുമാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന മലയാള ചിത്രങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത സാമ്പത്തിക പരിഷ്കാരം ഏൽപ്പിച്ച പ്രഹരമാണ് റിലീസിംഗ് മാറ്റിവെക്കാൻ ഇടയാക്കിയത്. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് 100 രൂപ കറൻസികൾ വിപണിയിൽ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ജനം തിയേറ്ററിലേക്ക് എത്തില്ലെന്ന ആശങ്കയാണ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർക്കുള്ളത്. ഒരേ മുഖത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ജയലാൽ മേനോൻ. സ്വാഭാവികമായിട്ടൊരു ഫാമിലി പ്രാഥമിക കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ എൻ്റർടൈൻമെൻറ്റ് പോലെ സിനിമ പോലത്തതിലേക്ക് വേണ്ടി പൈസ മുടക്കത്തുള്ളൂ.
പ്രത്യേകിച്ചും ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അവർ ഡെഫിനറ്റായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ അവർ സിനിമ പോലത്തെ ഇതിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കാനും പോകാനും തയ്യാറാവത്തുള്ളൂ. അപ്പോൾ നിലവിലെ ഞങ്ങളുടെ തീരുമാനം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ളൊരു സിനിമ പോലത്തെ മീഡിയം ആകുമ്പോൾ ഫസ്റ്റ് ഒരു 2 വീക്കാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നവരെ തൽക്കാലം ഹോൾഡ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് റിലീസ് ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി തിയേറ്ററുകളെല്ലാം വിജനമായ അവസ്ഥയിലാണ്. കുറച്ചാളുകൾക്ക് വേണ്ടി ഷോ നടത്താൻ തിയേറ്ററുകൾ നിർബന്ധിതരാകുന്നു. ടിക്കറ്റ് എടുത്താൽ ബാക്കി കൊടുക്കാൻ പണമില്ലാത്ത പ്രശ്നം പലയിടത്തുമുണ്ട്. പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് കൊടുത്തു തുടങ്ങിയെങ്കിലും അതിനും പരിധിയുണ്ട്. മാത്രമല്ല, പണമൊഴുക്ക് സജീവവും സുഗമവുമാകാൻ ദിവസങ്ങളെടുക്കും. അത് കഴിഞ്ഞു മതി റിലീസിംഗ് എന്നാണ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. അതേസമയം ജയറാമിന്റെ മകൻ കാളിദാസൻ നായകനാകുന്ന ആദ്യ തമിഴ് ചിത്രം മീൻകുഴമ്പും മൺപാനിയും, ചിമ്പു മഞ്ജിമ മോഹൻ എന്നിവരെ നായകന്മാരാക്കി ഗൗതം മേനോൻ അണിയിച്ചൊരുക്കിയ അച്ചം 80 മടമേട എന്ന ചിത്രവും വെള്ളിയാഴ്ച തന്നെ തിയേറ്ററുകളിലെത്തും. കൊച്ചിയിലെ തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിജനമാണ്. വിപണിയിൽ പണത്തിന്റെ ഒഴുക്ക് സുഗമമാകാൻ ഏതാണ്ട് ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ജനത്തിന്റെ കയ്യിൽ അവശേഷിക്കുന്ന കറൻസികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ്. കൊച്ചിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. നോട്ടുകൾ റദ്ദാക്കൽ മൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്രം ഇതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര നടപടി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയാണ് കേന്ദ്രം നോട്ടുകൾ റദ്ദാക്കിയത്. കള്ളപ്പണത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതിർത്തി സംസ്ഥാനങ്ങൾക്ക് നദീജലം പങ്കുവയ്ക്കുന്നത് തടയുന്ന പഞ്ചാബ് സർക്കാരിന്റെ നിയമം സുപ്രീംകോടതി റദ്ദാക്കി. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ലോക്സഭാ MP സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് MLA-മാരും കൂട്ടരാജിക്കത്ത് നൽകി. സുപ്രീംകോടതി വിധിക്കെതിരെ പഞ്ചാബിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഹരിയാനയടക്കം 4 സംസ്ഥാനങ്ങൾക്ക് നദീജലം നൽകുന്ന കരാർ 2004-ൽ പഞ്ചാബ് സർക്കാർ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ഹരിയാന നൽകിയ കേസിലാണ് പഞ്ചാബിനെതിരെ ഉത്തരവുണ്ടായത്. സൗമ്യവധക്കേസിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് നാളെ ഹാജരാകുമെന്ന് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. സൗമ്യവധക്കേസ് പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ കോടതിയോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാളെയാണ് സൗമ്യവധക്കേസിലെ പുനഃപരിശോധനാ ഹർജിയിൽ തുടർവാദം കേൾക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ഹാജരാകുമെന്നും കട്ജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. കോടതി വിധിയെ കട്ജു ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. തുടർന്ന് കട്ജുവിനോട് കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. രണ്ടാം മാറാട് കൂട്ടക്കൊലക്കേസ് അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടു. കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. കോഴിക്കോട് സ്വദേശി കൊളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മാറാട് അന്വേഷണ കമ്മീഷനായ ജസ്റ്റിസ് തോമസ് P. ജോസഫ് സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം മാറാട് കലാപത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധം പ്രത്യേക കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു കൊളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം. കേസന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. അന്വേഷണം CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. രണ്ടാം മാറാട് കലാപത്തിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരന്റെ ആവശ്യം അംഗീകരിച്ച് കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണം. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും CBIക്ക് കൈമാറാനും ചീഫ് ജസ്റ്റിസ് മോഹൻ M. ശാന്തനഗൌഡർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 2003 മെയ് 2 മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. മുൻ LDF സർക്കാർ CBI അന്വേഷണം വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും അന്നത്തെ UPA സർക്കാർ എതിർ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ഭരണം മാറിയതോടെ CBI കോടതിയിൽ നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രണ്ടാം മാറാട് കലാപം CBI അന്വേഷിക്കാനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂട്ടക്കൊല CBI അന്വേഷിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതെ, മാറാട് കേസിൽ നേരത്തെ തന്നെ ഉള്ളൊരു ആവശ്യമായിരുന്നു ഈ കാര്യം. അതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം നടക്കുകയും കോടതി നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നത് അപ്പം തന്നെ ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. അത് ഇപ്പോൾ തീരുമാനം വന്നത് സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ്.
നവകേരളം സൃഷ്ടിക്കുന്നതിന് തുടക്കം കുറിച്ച് 4 വികസന മിഷനുകൾക്ക് തുടക്കമായി. പോരായ്മകൾ പരിഹരിച്ച് കേരള മോഡൽ തിരികെ കൊണ്ടുവരണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആവശ്യപ്പെട്ടു. പ്രാദേശിക സാമൂഹ്യ നീതിയിൽ ഊന്നൽ നൽകുന്നതാണ് നവകേരള മിഷൻ പദ്ധതികൾ. ജനകീയ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി മിഷൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉയർന്ന ജീവിത സൗകര്യം, പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് നവകേരള മിഷന്റെ 4 പദ്ധതികൾ. പോരായ്മകൾ പരിഹരിച്ച് കേരള മോഡൽ തിരികെ കൊണ്ടുവരണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും ഗവർണർ നവകേരള മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു. In many ways, the Kerala model in these areas have been noted as standards of development at the national level. Nava Keralam will be a new model created through a people's movement that would put the interest of the state above all other consideration. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി മിഷൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കമായിട്ട് നാം ഇതിനെ കാണണം. ചിട്ടയായി രൂപപ്പെടുത്തിയ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുക. അപ്പോൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക വികസനം ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ ജനസൗഹൃദമാക്കും. ജീവൻ രക്ഷാ മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കും. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ ഊന്നിയുള്ളതായിരിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ. പദ്ധതിയിലൂടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിലും ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഇവ രണ്ടും ലൈഫ് മിഷൻ ഉറപ്പാക്കും. മറ്റു മന്ത്രിമാരും നവകേരള മിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ റേഷൻ പദ്ധതിയിൽ കർഷക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഭൂരഹിത ഭവനരഹിതരുടെ സർവേ നടത്തി പട്ടിക ഡിസംബർ 7-ന് സർക്കാരിന് സമർപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. 2 ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. സാർവത്രിക റേഷനിംഗ് സംവിധാനം അട്ടിമറിക്കുന്ന കേന്ദ്ര നയം ദുർബല ജനവിഭാഗങ്ങളെ പട്ടിണിയിലാക്കുന്നതായി സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം. കേരളത്തിലെ ഗവൺമെന്റ് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ കർഷക തൊഴിലാളികൾക്കും ദുർബല ജനവിഭാഗങ്ങൾക്കാകുകയും കൃത്യമായിട്ട് റേഷൻ ലഭിക്കുന്ന, സൗജന്യമായിട്ട് റേഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. KSKTU സംഘടിപ്പിച്ച ഭൂരഹിത ഭവനരഹിതരുടെ സർവേ റിപ്പോർട്ട് അടുത്ത മാസം 7-ന് സർക്കാരിന് സമർപ്പിക്കും. എല്ലാ പഞ്ചായത്തുകളിലും സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ നടക്കും. സമാപനത്തോടനുബന്ധിച്ച് വർണ്ണോജ്വല റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാധ്യമങ്ങളെ വിലക്കുന്ന അഭിഭാഷകരെ ഒത്താശ ചെയ്യുന്നത് ഒരു വിഭാഗം ജഡ്ജിമാരാണെന്ന് സെബാസ്റ്റ്യൻ പോൾ. മാധ്യമങ്ങളെ വിലക്കിയതോടെ തുറന്ന കോടതികൾ അടച്ച കോടതിയാണെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഗവൺമെന്റ് നയം വ്യക്തമാക്കി, ഗവർണർ നയം വ്യക്തമാക്കി, നിയമസഭ നയം വ്യക്തമാക്കി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കി. എന്നാലും വഴങ്ങില്ല എന്ന മട്ടിൽ കുറേ പേർ പ്രവർത്തിച്ചാൽ ഇനി അവർക്ക് ഒത്താശ നൽകുന്നത്, പറയുമ്പോൾ ഇങ്ങനെ കൂടി വരില്ല, ഒത്താശ നൽകുന്നത് ഒരു വിഭാഗമാണ്. അത് ജഡ്ജിമാരാണ്. ജഡ്ജിമാർ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഈ പ്രശ്നം തീരും. എന്തുകൊണ്ട് അവർ അത് കരുതുന്നില്ല? ഇതിൻ്റെ എല്ലാം പ്രാധാന്യം അറിയാവുന്ന വിഭാഗമാണ് ജഡ്ജിമാർ.